ഈശ്വരേറ്റവും പ്രിയപ്പെട്ടവരെ, തിരുഷ്ടമിടിയിലേക്ക് സ്വാഗതം. എവർക്കും ഈശോയിൽ കൃപയും സമാധാനവും. വീണ്ടും ഒരു ഞായറാഴ്ച നമ്മൾ സംവാദത്തിന്റെ വേദിയിലേക്ക് ചോദ്യങ്ങൾക്ക് മറുപടി പറയാനുള്ള ശ്രമങ്ങളിലേക്ക് കടക്കുകയാണ്. ഈ ശ്രമത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒന്ന് രണ്ട് കാര്യങ്ങൾ പലപ്പോഴായിട്ട് ആവർത്തിച്ചിട്ടുള്ളതാണ്, നിങ്ങളൊന്ന് ഓർമ്മപ്പെടുത്തുന്നു. അത് വീഡിയോകൾ മുഴുവൻ കാണാൻ ശ്രമിക്കണം. പലപ്പോഴും വീഡിയോ മുഴുവനായി കാണുന്നില്ല, 2, 3, 5 മിനിറ്റ് ഒക്കെ കണ്ടിട്ട് അവസാനിപ്പിക്കുന്നു. ദൈർഘ്യമുള്ളതും ഉണ്ടാകാം, പക്ഷെ നമുക്കത് പൂർണ്ണമായി കണ്ടാൽ മാത്രമേ വ്യക്തമായി എന്താണ് പറയുന്നതെന്ന് ബോധ്യമാവൂ. ഇനി മറ്റൊരു കാര്യം, നമ്മളിത് മറ്റുള്ളവരെ കാണാൻ പ്രോത്സാഹിപ്പിക്കുന്ന കാര്യമാണ്. നമുക്ക് കൂടുതൽ പേരിലേക്ക് എത്താൻ കഴിയുമ്പോഴാണ് കാര്യങ്ങൾ കുറെ കൂടി വെളിച്ചത്തിൽ പറയാൻ കഴിയും. നമ്മുടെ പ്ലാറ്റ്ഫോം ചെറുതാകുന്നതോറും നമ്മളിത് ഒരു അടഞ്ഞ അധ്യായം പോലെ ആയി. നിങ്ങളുടെ ഭാഗത്തു നിന്നും ഈ ശുശ്രൂഷയ്ക്ക് അനുകൂലമായി ഉണ്ടാകേണ്ട ഒരു നിലപാട് നിങ്ങളത് പരമാവധി പേരിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. വളരെ വേഗത്തിൽ പ്രചാരം നേടുക എന്നുള്ള അർത്ഥത്തിലല്ല, ഇത് മറ്റുള്ളവരിലേക്ക് എത്തുക എന്നുള്ളത് സുവിശേഷ പ്രഘോഷണ വഴിയിലെ ഒരു ദൗത്യമായിട്ട് കാണാൻ ശ്രമിക്കണം. അതുകൊണ്ട് അഭിപ്രായങ്ങൾ പറയാനും അതോടൊപ്പം തന്നെ മറ്റുള്ളവരിലേക്ക് എത്തിക്കാനുള്ള ശ്രമങ്ങൾ ഉണ്ടാകണം എന്ന് അഭ്യർത്ഥിക്കുക. നമ്മൾ ശുശ്രൂഷയുടെ പ്രാരംഭഘട്ടത്തിൽ ചില ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ ശ്രമിക്കാം. ഒന്ന് വിശ്വാസ സംബന്ധമായൊരു വിഷയത്തെ സംബന്ധിച്ചാണ്. ചോദ്യം ഇങ്ങനെയാണ്: നമുക്കുള്ള ഉത്കണ്ഠകൾ, ഭാവിയെക്കുറിച്ചുള്ള ആശങ്കകൾ, അവയാണോ വിശ്വാസത്തിന് ആധാരമായി വർത്തിക്കുന്നത്? മതങ്ങളൊക്കെ നിലനിൽക്കുന്നത് അങ്ങനെയാണെന്നാണല്ലോ കേൾക്കുന്നത്. ഇതാണ് ചോദ്യം. ചോദ്യം യഥാർത്ഥത്തിൽ പ്രസക്തമായ ഒരു ചോദ്യമാണ്. മതങ്ങൾ എപ്പോഴും നിലനിൽക്കുന്നത് മനുഷ്യനെ വ്യാമോഹിപ്പിച്ചിട്ട് തന്നെയാണ്. അതായത് നിങ്ങൾക്കെല്ലാം നേടിത്തരാം എന്ന് പറഞ്ഞുകൊണ്ടാണ്. സഭ ഒരിക്കലും നിങ്ങൾക്കെല്ലാം നേടിത്തരാം, നിങ്ങൾ വിശ്വസിക്കൂ എന്ന് പറഞ്ഞുകൊണ്ടല്ല വിശ്വാസത്തിലേക്ക് ആരെയും ആനയിക്കുന്നു. വിശ്വാസം കേൾവിയിൽ നിന്നും, കേൾവി ക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രഘോഷണത്തിൽ നിന്നുമാണ്. റോമർ 10:17. വിശ്വാസം കേൾവിയിൽ നിന്നും, കേൾവി ക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രഘോഷണത്തിൽ നിന്നുമാണ്. അങ്ങനെ പ്രഘോഷണം വഴി ക്രിസ്തുവിനെ തിരിച്ചറിയുകയും ആ ക്രിസ്തുവിൽ വിശ്വസിക്കുകയും ചെയ്യാൻ കഴിയുമ്പോഴാണ് നമ്മൾ വിശ്വാസത്തിന്റെ ആദ്യ പടി കയറുന്നത്. കാര്യം കാണാനുള്ളതാണ് വിശ്വാസം എന്നതൊരു തെറ്റിദ്ധാരണയാണ്. മതങ്ങൾ എപ്പോഴും നിങ്ങൾ ഇന്നെ പൂജ ചെയ്താൽ, നിങ്ങളിങ്ങനെ പ്രാർത്ഥിച്ചാൽ, നിങ്ങൾ ഇവിടെ വന്നാൽ, നിങ്ങളിങ്ങനെ നേർച്ച അർപ്പിച്ചാൽ നിങ്ങളുടെ കാര്യം നടത്തി തരാം എന്ന് പറയും. ഇതൊരു മതസ്വഭാവമാണ്. സഭയ്ക്കകത്ത് ഈ മതസ്വഭാവം തീർത്തും ഇല്ല എന്നൊരു അഭിപ്രായമുള്ള ആളല്ല ഞാൻ. സഭയ്ക്കകത്ത് ഈ മതസ്വഭാവത്തിന്റെ പലതരത്തിലുള്ള ചായ്ചലുകൾ നമുക്ക് കാണാൻ പറ്റും. പക്ഷെ സഭ യഥാർത്ഥത്തിൽ ഒരു മതമല്ല. സഭ യേശുവിന്റെ ശരീരമാണ്, യേശുവിലുള്ള കൂട്ടായ്മയാണ് എന്ന കാര്യമാണ് നമുക്ക് അഭിപ്രായമുള്ളത്. അത് ആരെയും ഒഴിവാക്കുന്ന ഒരു കൂട്ടായ്മയുമല്ല, എല്ലാവരും ഉൾച്ചേർന്നതാണ്. ശിഷ്യരെന്ന നിലയ്ക്ക് നാം ക്രിസ്തുവിനെ പ്രഘോഷിക്കുന്നവരും വിശ്വാസത്തിന്റെ പ്രചാരകരുമായിരിക്കുന്നു. വിശ്വാസം ജീവിതം കൊണ്ട് മറ്റുള്ളവർക്ക് അനുഭവപ്പെടുത്താൻ വിളിക്കപ്പെടുന്നു. എല്ലാവരും ദൈവമക്കളാണ്, എല്ലാവരും സഭയ്ക്കകത്തുണ്ട്. സഭയിൽ ക്രിസ്തുവിനെ തിരിച്ചറിയാത്തവരുണ്ട്. എല്ലാവരുടെയും വിശ്വാസം ഒരേപോലെ അല്ലല്ലോ, പലരും പല ഘട്ടങ്ങളിലാണ്. അതേപോലെ തന്നെ വിശ്വാസത്തിലേക്ക് കടന്നു വരാത്തവരുണ്ട്, യേശു ക്രിസ്തുവിനെ തിരിച്ചറിയാത്തവരുണ്ട്. പക്ഷെ അവരും രക്ഷിക്കപ്പെട്ടവരാണ്, അവരെയും ക്രിസ്തു രക്ഷിച്ചിരിക്കുന്നു. അവർക്ക് വേണ്ടി കൂടിയാണ് അവിടുന്ന് കുരിശിൽ മരിച്ചത് എന്ന ബോധ്യമാണ് നമുക്ക് ഉണ്ടാകേണ്ടത്. മതം എപ്പോഴും പറയുന്നത് നിങ്ങളുടെ കാര്യസാധ്യവുമായി ബന്ധപ്പെട്ട വ്യാമോഹങ്ങളാണ് വിശ്വാസത്തിന്റെ അടിസ്ഥാനം എന്നാണ്. ആ ചിന്തയാണ് ഇപ്രകാരമുള്ള അഭിപ്രായ പ്രകടനത്തിന് കാരണമായിട്ട് മാറുന്നത്. നമ്മുടെ ആശങ്കയാണോ, ഭാവിയെക്കുറിച്ച് ഉത്കണ്ഠകളാണോ വിശ്വാസത്തിന് പ്രേരണയായിട്ട് മാറുന്നത്? അഥവാ നമ്മെ അവിടെ നിന്ന് രക്ഷിച്ചു എന്നുള്ള ബോധ്യമാണോ? യഥാർത്ഥത്തിൽ എന്താണ് വിശ്വാസത്തിന്റെ അടിസ്ഥാനം എന്നതിനെക്കുറിച്ച് ഒരു ധാരണ നമ്മൾ ഉറപ്പിക്കണം. വിശ്വാസത്തിന്റെ അടിസ്ഥാനം ക്രിസ്തുവിലുള്ള ബോധ്യമാണ്. യേശു ക്രിസ്തു നമുക്ക് വേണ്ടി കുരിശിൽ മരിച്ചുവെന്നും അവൻ വിജയശ്രീലാളിതനായി ഉയർത്തുവെന്നും അവൻ നമ്മെ പാപത്തിന്റെയും രോഗത്തിന്റെയും ആകുലതകളുടെയും പൈശാചിക ബന്ധനങ്ങളുടെയും എല്ലാ അടിമത്തങ്ങളിൽ നിന്നും വിമോചിപ്പിച്ചിട്ടുണ്ട് എന്ന ബോധ്യമാണ് വിശ്വാസം. വിശ്വാസം ഹെബ്രായർ ലേഖനം 11:1 പറയുന്നു, വിശ്വാസം കാണപ്പെടാത്ത കൊണ്ടുവന്നും പ്രത്യാശിക്കുന്നവ ലഭിക്കും എന്ന ബോധ്യവുമാണ്. പ്രത്യാശിക്കുന്നവ ലഭിക്കും എന്ന് പറയുമ്പോൾ കേവല പ്രതീക്ഷയല്ല അവിടെ നമ്മൾ കാണേണ്ടത്. നമ്മുടെ പ്രതീക്ഷകളൊക്കെ നടക്കും എന്ന വ്യാമോഹമല്ല വിശ്വാസം. പ്രത്യാശിക്കുന്നത് എന്താണ്? ആ അധ്യായം മുഴുവൻ വായിക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും, ഹെനോക്ക്, അബ്രഹാം അടക്കമുള്ള ആളുകൾ ദൈവത്തിൽ വിശ്വസിക്കുന്നു. ആ വിശ്വസിച്ചത് കൊണ്ടൊക്കെ അവർ അംഗീകാരം പ്രാപിക്കുന്നു, വിശ്വാസത്താൽ നീതീകരിക്കപ്പെടുന്നു. പക്ഷേ 39-ാം തിരുവചനം പറയാണ്, ഇവരിങ്ങനെ അംഗീകാരം ലഭിച്ചുവെങ്കിലും വാഗ്ദാനം പ്രാപിക്കുന്നത് കാണാൻ അവർക്ക് കഴിഞ്ഞില്ല. നമ്മളാകട്ടെ വാഗ്ദാനമായ ക്രിസ്തു ഭൂമിയിൽ വന്ന് കുരിശിൽ മരിച്ച്
രക്ഷ നേടിയതിനെ അറിയുന്നു. അതുകൊണ്ട് വിശ്വാസം കേന്ദ്രീകരിക്കപ്പെടുന്ന ഒരു പ്രത്യാശയിലാണ്. അവൻ നമുക്ക് വേണ്ടി മരിച്ചു, അവൻ ഉദ്ധിതനായി, അവൻ സ്വർഗത്തിന്റെ കവാടം തുറന്നു, അവൻ നമ്മിൽ ജീവിക്കുന്നു എന്ന ബോധ്യമാണ് ഉറപ്പ്. അത് പഴയതുപോലെ ഒരു പ്രതീക്ഷയല്ല, ഏതെങ്കിലും ഒരു ഭൗമിക പ്രതീക്ഷയല്ല. പ്രത്യാശയെ സംബന്ധിച്ച് ലേഖനം എഴുതുമ്പോൾ ഫ്രാൻസിസ് പാപ്പ ഒരു കാര്യം പറയുന്നുണ്ട്. പ്രത്യാശ എന്നത് നാളെ നടക്കാനുള്ള എന്തെങ്കിലും കാര്യം നടക്കുന്ന നിലയ്ക്കല്ല. നാളെ നടക്കാനുള്ള കാര്യങ്ങൾ നടക്കാതിരിക്കാം. നാളെയും നമ്മുടെ ജീവിതത്തിൽ പരിമിതികളും പോരായ്മകളും പ്രതിബന്ധങ്ങളും ഉണ്ടാകും. അതിനെക്കുറിച്ചല്ല പറയുന്നത്, ഒരു പ്രത്യാശയെക്കുറിച്ചാണ്. ആ പ്രത്യാശ എന്താണെന്ന് റോമർ ലേഖനം 5-ാം അധ്യായം 4-5 തിരുവചനങ്ങൾ പറയുന്നുണ്ട്. പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല, നമുക്ക് നൽകപ്പെട്ട പരിശുദ്ധാത്മാവിലൂടെ ദൈവത്തിന്റെ സ്നേഹം നമ്മിലേക്ക് ചൊരിയപ്പെട്ടിരിക്കുന്നു. ഈ പ്രത്യാശയിലാണ് നമ്മൾ ജീവിക്കുന്നത്. സഹനശീലവും, സഹനശീലം ആത്മധൈര്യവും, ആത്മധൈര്യം പ്രത്യാശയും വളർത്തുന്നു എന്ന് പറഞ്ഞിട്ട് 4-ാം തിരുവചനം പറഞ്ഞിട്ട് 5-ാം തിരുവചനം വ്യക്തമായി പറയാണ്, പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല. നമ്മുടെ പ്രത്യാശ എന്തിനാണ്? ക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചിട്ടുണ്ട്, അവൻ ഉയർത്തിട്ടുണ്ട്, അതുകൊണ്ട് നമുക്ക് ഉയർപ്പുണ്ട്. 1 കൊരിന്ത്യർ 15-ാം അധ്യായത്തിൽ 12 മുതലുള്ള തിരുവചനങ്ങളിൽ നമ്മുടെ ഉയർപ്പിനെ സംബന്ധിച്ച് പറയുമ്പോഴും പറയുന്ന കാര്യം അതാണ്. അവൻ ഉയർത്തിട്ടുണ്ടെങ്കിൽ നമുക്കും ഉയർപ്പുണ്ട്. നമ്മൾ ഉയർക്കുന്നില്ല എന്നാണ് നമ്മുടെ ബോധ്യമെങ്കിൽ അവൻ ഉയർത്തിട്ടില്ല. അതുകൊണ്ട് വിശ്വാസം ഫലവത്താകുന്ന ക്രിസ്തുവിലാണ്, എന്തെങ്കിലും കാര്യസാധ്യത്തിലല്ല. നാളെ നടക്കാനിരിക്കുന്ന എന്തെങ്കിലും കാര്യങ്ങൾ നടത്തിത്തരും എന്നൊരു പ്രതീക്ഷയാണ് വിശ്വാസത്തിന് അടിസ്ഥാനമായി നമ്മൾ ചുമക്കുന്നതെങ്കിൽ നമ്മുടെ അത് വിശ്വാസമല്ല, ഒരു അന്ധവിശ്വാസമാണ്. അതൊരു ഗാംബ്ലിംഗ് നേച്ചറാണ്. നാളെ നടക്കുവോ ഇല്ലയോ, അതേ നിമിഷം തന്നെ സന്ദേഹങ്ങൾ ഉണ്ടാവും. എന്നാൽ എൻ്റെ കർത്താവ് എൻ്റെ കൂടെയുണ്ട് എന്ന ബോധ്യമുണ്ടെങ്കിൽ ആ ബോധ്യത്തിന് ഇളക്കം തട്ടില്ല. ഏത് പ്രതിസന്ധിയിലും, ഏത് സാഹചര്യത്തിലും, വീഴ്ചയിലും എല്ലായിടത്തും കർത്താവ് കൂടെയുണ്ട് എന്നൊരു ബോധ്യം എനിക്കുണ്ടാവുമ്പോൾ എന്റെ വിശ്വാസം കേവലമായ അന്ധവിശ്വാസമല്ല, അതൊരു ഉറപ്പാണ്. അതാണ് പ്രത്യാശിക്കുന്നവയിലുള്ള ഉറപ്പ്. എന്താണ് പ്രത്യാശിക്കുന്നത്? അത് ക്രിസ്തുവിലാണ് പ്രത്യാശ വെച്ചിട്ടുള്ളത്, യേശുക്രിസ്തുവിലാണ്. യേശുക്രിസ്തുവിന്റെ മൂർത്തിയായി കാര്യങ്ങൾ നടത്തി തരുമെന്നുള്ള വിശ്വാസമല്ല നമ്മെ നയിക്കുന്നത്. ക്രിസ്തു നമുക്ക് വേണ്ടി കുരിശിൽ മരിച്ചുവെന്നും പാപത്തിന്റെയും ലോകത്തിന്റെയും പിശാചിന്റെയും അടിമത്തത്തിൽ നമ്മെ വിമോചിപ്പിച്ചുവെന്നും നമ്മെ വീണ്ടെടുത്തുവെന്നും. അതുകൊണ്ടാണ് 2 കൊരിന്ത്യർ ലേഖനം 13-ാം അധ്യായം 5-ാം തിരുവചനം പറയുന്നത്, ക്രിസ്തു നിങ്ങളിലുണ്ട് എന്ന് നിങ്ങൾക്ക് ബോധ്യമായിട്ടില്ലേ? ബോധ്യമായിട്ടില്ലെങ്കിൽ നിങ്ങൾ പരീക്ഷയിൽ പരാജയപ്പെട്ടു. വിശ്വാസം പരീക്ഷിക്കപ്പെടുന്നത് എങ്ങനെയാ? നമ്മുടെ അകത്ത് കർത്താവ് ഉണ്ട് എന്ന സ്ഥിരത നമുക്കുണ്ടോ? പ്രത്യാശയിൽ നമുക്ക് ഉറപ്പുള്ളവരാകാൻ പറ്റണം. ട്രസ്റ്റ് ഇൻ ഹിം. ഒരു ഹോപ്പ് അല്ല ഉള്ളത്, ട്രസ്റ്റാണ്. ട്രസ്റ്റ് ഇൻ ഹിം. ശരണപ്പെടുന്നു. അതുകൊണ്ടാണ് വിശ്വാസം, ശരണം, ഉപവി എന്നീ പുണ്യങ്ങൾ ഉണ്ടാകും. ജപമാല നമ്മൾ പ്രാർത്ഥിക്കുന്നത്, ദൈവിക പുണ്യങ്ങളെ നമ്മൾ അർത്ഥിക്കുന്നത് അതുകൊണ്ടാണ്. ഈ വിശ്വാസ ബോധ്യമാണ് നമ്മെ രക്ഷയിലേക്ക് നയിക്കുന്നതെന്ന് എഫേസ്യർ 2:8-9 തിരുവചനങ്ങൾ പറയും. വിശ്വാസം വഴി കൃപയാലാണ് നിങ്ങൾ രക്ഷിക്കപ്പെടുന്നത്, അത് ദൈവികദാനമാണ്. അപ്പൊ അതുകൊണ്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഭാവിയെക്കുറിച്ചുള്ള ഉത്കണ്ഠകളാണ് വിശ്വാസത്തിന്റെ അടിസ്ഥാനമെങ്കിൽ, അല്ലെങ്കിൽ ജീവിതത്തെ സംബന്ധിച്ച ആശങ്കയാണ് അടിസ്ഥാനമെങ്കിൽ നിശ്ചയമായും അത് വിശ്വാസമല്ല എന്ന് തിരിച്ചറിയണം. അതൊരു അന്ധവിശ്വാസം മാത്രമാണ്. നമ്മൾ ആചരണങ്ങളിലൊക്കെ പങ്കെടുത്താൽ കാര്യം നടക്കും എന്ന് പറയുന്നു, ധ്യാനം കൂടിയ കാര്യം നടക്കും എന്ന് പറയുന്നു, പലപ്പോഴും പരിശുദ്ധ കുർബാന അർപ്പിച്ചാൽ പോലും കാര്യം നടക്കും എന്നൊക്കെ പറയുന്നു. കാറ്റഗിസം ഓഫ് കാത്തലിക് ചർച്ച് 2111 കൃത്യമായി പറയുന്നുണ്ട്, ഒരു ആരാധന പോലും എന്തെങ്കിലും ഒരു നേട്ടത്തെ സംബന്ധിച്ചാണ് പറയുന്നതെങ്കിൽ അത് അന്ധവിശ്വാസം. പരിശുദ്ധ കുർബാന കാര്യം കാണാനുള്ള സ്ഥലമല്ല. പരിശുദ്ധ കുർബാനയിൽ നിയോഗം അർപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ എനിക്ക് ചുമക്കാൻ കഴിയാത്ത ഈ ഭാരം ഈ ബലിവേദിയിൽ അർപ്പിക്കുന്നു, നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, നമ്മെ തന്നെ അർപ്പിക്കുന്നു. അങ്ങനെ അർപ്പിക്കുക വഴി നമ്മുടെ നിയോഗം, നമ്മൾ എന്താണോ ഏൽപ്പിച്ചിട്ടുള്ളത് ആ കാര്യം ദൈവത്തിന്റെ കരങ്ങളിലേക്ക് തിരികെ ഏൽപ്പിക്കുന്നത് നമ്മൾക്കൊണ്ട് സാധ്യമല്ല. അപാപിതാവേ അങ്ങേക്കെല്ലാം സാധ്യമാണ്. അങ്ങനെ ക്രിസ്തുവിന്റെ യാഗത്തോട് ചേർക്കുകയും യേശു ക്രിസ്തുവിൽ നമ്മുടെ ജീവിതത്തെ പൂർത്തീകരിക്കുകയും ചെയ്യാനാണ് ബലി. അത് ഒരു കാര്യസാധ്യത്തിനുള്ള ഉറവിടമായി തെറ്റിദ്ധരിക്കുമ്പോൾ സംഭവിക്കുന്ന വീഴ്ച എന്താണെന്ന് നോക്കിയേ, നമ്മൾ അന്ധവിശ്വാസത്തിൽ പെടാനിടയാകും. കുർബാന നമ്മൾ ഒരു നിയോഗം വെച്ച് കുർബാന ചെല്ലിക്കുന്നു എന്നിരിക്കട്ടെ, ഇന്ന കാര്യം നടക്കാൻ വേണ്ടി. അങ്ങനെയാണല്ലോ ഇപ്പൊ പതിവ്. അപ്പൊ ഒരു കാര്യം നടക്കാൻ വേണ്ടി അങ്ങനെ ചെയ്താൽ ഉണ്ടാകാവുന്ന ഒരു പിഴവെന്താണ്? കാര്യം നടന്നില്ലെങ്കിൽ നമുക്ക് കുർബാനയിലുള്ള വിശ്വാസം പോലും നഷ്ടപ്പെടും. നമ്മളോട് ഒരാൾ വാക്ക് പറഞ്ഞാൽ അത് നടക്കണ്ടേ? അപ്പോൾ വാക്ക് പറഞ്ഞാൽ നടക്കണം. ഇങ്ങനെ ദൈവത്തെ സമ്മർദ്ദപ്പെടുത്തി കാര്യങ്ങൾ സാധിക്കാനുള്ള ഇടമാണ് പ്രാർത്ഥനയും തെറ്റിദ്ധരിച്ചാലോ? അവിടെ വിശ്വാസമല്ല യഥാർത്ഥത്തിലുള്ളത്, നമ്മുടെ ഒരു വൈകല്യമാണ്, നമ്മുടെ ഒരു ബലഹീന പ്രകൃതമാണ് നമ്മൾ പ്രകടിപ്പിക്കുന്നത്. ദൈവത്തോട് കാര്യങ്ങൾ ചോദിക്കണം, പക്ഷേ നീ ഇത് തന്നാലും തന്നില്ലെങ്കിലും നീ എന്റെ കൂടെ ഉണ്ടെന്നും ഇതൊക്കെ എന്റെ വെപ്രാളമാണെന്നും ഇതൊക്കെ എന്റെ തോന്നലുകളാണെന്നും ഇതൊക്കെ എന്റെ ആവശ്യങ്ങളാണെന്നും ഇതൊക്കെ എന്റെ സമ്മർദ്ദങ്ങളാണെന്നും ഒക്കെ ദൈവത്തോട് പറയാം.
പക്ഷെ ദൈവമാണ് ആത്യന്തികമായിട്ട് ജീവിതത്തെ നിയന്ത്രിക്കേണ്ടത്. മനുഷ്യൻ പദ്ധതികൾ വിഭാവനം ചെയ്യുന്നു, അന്തിമ തീരുമാനം ദൈവത്തിന്റെ അത്രേ. അപ്പൊ ദൈവത്തിന്റെ കരങ്ങളിലാണ് ജീവിതമെന്ന ബോധ്യമുണ്ടാകാനും ദൈവം എന്റെ കൂടെ ഉണ്ടെന്ന് ബോധ്യമുണ്ടാകാനും ദൈവം എന്നെ കേൾക്കുന്നവനും എന്നെ പരിഗണിക്കുന്നവനും എന്റെ കാര്യത്തിൽ ഉത്കണ്ഠയുള്ളവനാണെന്ന് തിരിച്ചറിയാനും ക്രിസ്തുവിന്റെ കരങ്ങളിലേക്ക് സ്വന്തം ജീവിതത്തിന്റെ ഉത്കണ്ഠകളെ പരമേൽപ്പിച്ച് സ്വസ്ഥനാകാനുമാണ് വിശ്വാസി നമുക്ക് കഴിയേണ്ടത്. അല്ലാതെ ഈ കാര്യം നടക്കുമെന്നൊരു കേവല പ്രതീക്ഷ അർപ്പിക്കുന്നിടമായിട്ട് ദൈവത്തെ നാം തരം താഴ്ത്തുമ്പോൾ യഥാർത്ഥത്തിൽ വിശ്വാസത്തിലല്ലെന്ന് വേണം കരുതാൻ. അതുകൊണ്ട് ആങ്സൈറ്റി ഉണ്ടാകുമ്പോഴല്ല വിശ്വാസം ഉണ്ടാകുന്നത്, പ്രത്യാശ ഉണ്ടാകുമ്പോഴാണ്. പ്രത്യാശ ഒരു സ്ഥിരതയാണ്. അത് നമുക്ക് ലഭിച്ചു കഴിഞ്ഞ കാര്യത്തെക്കുറിച്ചാണ്. അവൻ കുരിശിൽ മരിച്ചു, ആ കുരിശിലെ യാഗത്തോട് മാമോദീസ വഴി ഞാൻ അനുരഞ്ജനപ്പെടുന്നു, അവനുള്ള വിശ്വാസം ഞാൻ ഏറ്റുപറയുന്നു. അങ്ങനെ 2000 വർഷം മുമ്പ് എന്ന് നമ്മുടെ ചരിത്രബോധ്യം പറയുന്ന എന്നേക്കുമുള്ള യാഗത്തിൽ നാം ഭാഗവാക്കുകളാകുന്നു. ക്രിസ്തുവിൽ നാം ആയിത്തീരുകയും ക്രിസ്തു പിതാവിൽ എങ്ങനെയാണ് പ്രത്യാശ ഉറപ്പിച്ചിരുന്നതെന്ന്. ക്രിസ്തു കാര്യങ്ങൾ നടക്കുമ്പോഴല്ലോ, തന്റെ ജീവിതത്തിൽ തടസ്സം ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയല്ലോ. ക്രിസ്തു എന്താ പറഞ്ഞത്? ഞാനും പിതാവും ഒന്നാണ്, എന്റെ പിതാവിന്റെ പ്രവൃത്തികൾ ഞാൻ ചെയ്യുന്നു. അങ്ങനെ ദൈവത്തിന്റെ പ്രവൃത്തികൾ ഭൂമിയിൽ ചെയ്യാൻ തെരഞ്ഞെടുക്കപ്പെട്ടവരെന്ന ബോധ്യവും ക്രിസ്തുവിലാണെന്ന ബോധ്യവും നമ്മെ നയിക്കുമ്പോൾ ആനുകാലിക ലോകത്ത് നമ്മൾ പ്രപഞ്ചത്തിന്റെ മൂലഭൂതങ്ങൾക്ക് മരിച്ചവരായി ദൈവത്തെ ഉന്മുഖമായി ജീവിക്കും. ആ ദൈവോന്മുഖത ലോകത്തിന്റെ മുൻപിൽ ദൈവത്തെ വെളിപ്പെടുത്തുന്ന പരസ്നേഹ പ്രവൃത്തിയായി പരിവർത്തിപ്പിക്കപ്പെടും. അങ്ങനെ വിശ്വാസം യാഥാർത്ഥ്യവൽക്കരിക്കും. ഈശ്വരറ്റം പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് വിശ്വാസം സംബന്ധിച്ച് ഈ കാര്യത്തിൽ തെറ്റിദ്ധാരണ ഉണ്ടാവരുത്. ആശങ്കകളൊന്നുമല്ല വിശ്വാസത്തിന്റെ അടിസ്ഥാനം. വിശ്വാസത്തിന്റെ അടിസ്ഥാനം പ്രത്യാശയാണ്, അതൊരു ഉറപ്പാണ്. കർത്താവ് എനിക്ക് വേണ്ടി കുരിശി മരിച്ചിട്ടുണ്ട്, വ്യക്തിപരമായി എന്നെ വീണ്ടെടുത്തിട്ടുണ്ട് എന്ന ബോധ്യത്തിൽ നിന്നും ഞാൻ ക്രിസ്തുവിനായി തീർന്നിരിക്കുന്നുവെന്നും അതുകൊണ്ട് ഞാൻ അപരോന്മുഖമായി മറ്റുള്ളവർക്ക് വേണ്ടി ക്രിസ്തുവിനെ ലോകത്ത് പുനരവതരിപ്പിക്കുന്ന ജീവിതം നയിക്കുമെന്നും എന്റെ ജീവിതം വഴി ദൈവം രക്ഷിക്കുന്നുവെന്ന യേശു എന്ന പ്രക്രിയ എന്നിലൂടെ നിറവേറ്റുമെന്നുള്ളതാണ് വിശ്വാസത്തിന്റെ അടിസ്ഥാനം. അത് തെറ്റിപ്പോകുമ്പോഴാണ് ഇപ്രകാരം മതങ്ങൾ പറയുന്നത് പോലെ കാര്യങ്ങൾ നടത്തി തരുന്നതാണ് വിശ്വാസം എന്ന ധാരണ ഉണ്ടാകുന്നത്. അങ്ങനെയുള്ള ധാരണകളുടെ എത്രയോ അധികമായ തെറ്റായ പ്രവൃത്തികൾ നമുക്ക് കാണാൻ പറ്റും. കാര്യം കാണാൻ വേണ്ടി നിങ്ങൾ ഇത്ര നാൾ നവനാൾ കൂടിയാൽ കാര്യം നടക്കും, നിങ്ങൾ കെട്ടപ്പെട്ട യേശുവിനെ ചുവപ്പ് പതിപ്പിച്ചാൽ നിങ്ങൾ കാര്യം നടക്കും, നിങ്ങൾ മുട്ടിട്ട് നീന്തിയാൽ വേളാങ്കണ്ണി പോയാൽ കാര്യം നടക്കും, നിങ്ങൾ ഉടമ്പടി എടുത്താൽ കാര്യം നടക്കും. ഇങ്ങനെ കാര്യം നടക്കുമെന്ന് പറഞ്ഞ് നിങ്ങളെ പ്രലോഭിപ്പിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ പേര് വിശ്വാസമൊന്നല്ല. വിശ്വാസത്തിൽ നിങ്ങൾ അസ്ഥിരപ്പെടുത്തുന്ന പ്രവൃത്തിയാണ്. വിശ്വാസം നഷ്ടപ്പെടാനിടയാകുന്ന കാര്യമാണ്. വിശ്വാസം എന്താണ്? പൗലോസ് അപ്പോസ്തലൻ പറയുന്നുണ്ട് റോമർ ലേഖനത്തിൽ 8-ാം അധ്യായത്തിൽ 35 മുതലുള്ള തിരുവചനങ്ങളിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. പട്ടിണിയോ നഗ്നതയോ ആപത്തോ വാളോ മരണമോ എന്തു വേണമെങ്കിലും വന്നുകൊള്ളട്ടെ, ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് എന്നെ ആര് വേർപെടുത്തും? അതിന്റെ പേരാണ് വിശ്വാസം. അപ്പൊ അതുകൊണ്ട് ലോകം പറയുന്ന ഈ വിശ്വാസത്തെ നമ്മൾ തെറ്റിദ്ധരിക്കരുത്. അത് യഥാർത്ഥ വിശ്വാസമല്ല, അതൊരു അന്ധവിശ്വാസമാണ്. ഈ അന്ധവിശ്വാസത്തിന്റെ പുറകെയാണ് മഹാഭൂരിപക്ഷവും ലോകമതങ്ങളിൽ എല്ലാവരും സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. ക്രിസ്തുവിനായിത്തീരുന്ന ഒരാൾ ഹൃദയത്തിൽ ഉറക്കേണ്ട കാര്യം ഇതാണ്: ഞാനിങ്ങനെയൊക്കെ പ്രവൃത്തി ചെയ്യുന്നു, ദൈവമേ നീയാണ് എന്റെ കൂടെയുള്ളതെന്ന് ഞാൻ വിശ്വസിക്കുന്നു, നിന്റെ സഹായത്താലെല്ലാം സാധ്യമാകുമെന്ന് ഞാൻ ഉറപ്പിക്കുന്നു. ഇനി എന്റെ ദൈവം എന്റെ ജീവിതത്തിൽ നിൽക്കുന്ന ഏത് സാഹചര്യത്തെയും ഞാൻ സ്വീകരിക്കും. കാരണം ഇതൊന്നുമല്ല പ്രധാനം, നീ എനിക്ക് വേണ്ടി കുരിശിൽ മരിച്ചു എന്നതും നീ എന്നെ വീണ്ടെടുത്തു എന്നുള്ളതാണ്, നീ എന്നെ കൂട്ടിച്ചേർത്തു എന്നുള്ളതാണ്, മക്കളാകാൻ അവകാശമില്ലാതിരുന്നിട്ടും നീ എന്നെ പുത്രനായി സ്വീകരിച്ചു എന്നുള്ളതാണ്. ആ സ്നേഹത്തിൽ ഞാൻ നിന്നെ ആദരിക്കുന്നു, നിന്നോട് വിശ്വസ്തനായിരിക്കാൻ എന്റെ ജീവിതം മുഴുവൻ മറ്റുള്ളവർക്ക് കൂടി അർപ്പിക്കാൻ ഞാൻ തീരുമാനിക്കുന്നു. ഇതിന്റെ പേരാണ് വിശ്വാസം. അങ്ങനെ വിശ്വാസത്തെ കണ്ടില്ലെങ്കിൽ ഉണ്ടാകാവുന്ന അബദ്ധമാണ് വീഴ്ചകൾ. വിശ്വാസത്തിലേക്ക് വരുന്നു, പിന്നെ വീണു പോകുന്നു. സഭയിൽ 7 കൂദാശകളുള്ളതൊന്നും ആചാരങ്ങളല്ല, 7 കൂദാശകളുള്ളതൊന്നും ആചാരമല്ല. അവയെല്ലാം ക്രിസ്തുവിനെ ഇങ്ങനെ ഏറ്റുപറയുന്ന പ്രവൃത്തികളാണ്. ക്രിസ്തുവിനായിത്തീരാനുള്ള സമർപ്പണത്തിന്റെ ബലിയർപ്പണത്തിന്റെ ഭാഗങ്ങളാണ്. യേശുവിലുള്ള ജീവാർപ്പണം പിതാവിനൊരു ആരാധനയായി അർപ്പിക്കുന്നു. ആ ആരാധനയുടെ കൗദാശികമായ അനുഭവങ്ങളിൽ നിന്ന് ബലമാർജിച്ച് ലോകത്തിന് മുഴുവനും വേണ്ടി ജീവിക്കാൻ, സ്വയം സമർപ്പിക്കാൻ നമ്മൾ തീരുമാനിക്കുന്നു. അങ്ങനെ ക്രിസ്തുവിനെ ശുശ്രൂഷിക്കുന്നതായി കണ്ട് ലോകത്തെ ശുശ്രൂഷിക്കുക എന്നുള്ളതാണ് വിശ്വാസത്തിന്റെ പ്രവൃത്തി. അത് ഏത് തലങ്ങളിലായാലും അത് തന്നെയാണ് പ്രവൃത്തി. ഇതാണ് ആ ചോദ്യത്തിനുള്ള മറുപടി പൂർണ്ണമല്ലെങ്കിൽ നിങ്ങൾക്ക് പറയാം, ചോദ്യകർത്താവ് ഉദ്ദേശിച്ച രീതിയിലാണോ പറഞ്ഞത് നമുക്ക് അറിഞ്ഞുകൂടാ. ഇനി അദ്ദേഹം വേറെ വല്ല കാര്യങ്ങൾ ഉദ്ദേശിച്ചിട്ടുണ്ടോ എന്ന് അറിഞ്ഞുകൂടെ. ഏതായാലും കാര്യം നടക്കാം എന്ന വ്യാമോഹം, നിങ്ങളൊക്കെ അടിമകളാണ് പാപത്തിന്, നിങ്ങളൊക്കെ കുഴപ്പക്കാരാണ് എന്ന് പറയുന്ന അടിമ മനോഭാവം. മൂന്നാമത്, നിങ്ങൾ ഏതോ
പിശാച് പിടികൂടാനിരിപ്പുണ്ട്, പിശാചിന്റെ പിടിപ്പെടാതിരിക്കാൻ ഇവിടെ വരുമെന്ന് പറയുന്ന പ്രലോഭനം, ഇതൊക്കെ സാധാരണഗതിയിൽ വിശ്വാസത്തിൽ ദുർബലനായവരെ വഴിതെറ്റിക്കുന്ന പ്രവൃത്തികളാണ്. ധൈര്യമായും ആരോടും പറയേണ്ടതാണ്, നീ എന്തായാലും കർത്താവിനാൽ വീണ്ടെടുക്കപ്പെട്ടവനാണ്, നീ ലോകത്തെ ഭയപ്പെടേണ്ടെന്നാണ്. ഈ ലോകം വെച്ച് കിട്ടുന്ന സമ്മർദ്ദങ്ങളെയും സാഹചര്യങ്ങളെയും ഭയപ്പെടേണ്ടെന്നാണ്. അങ്ങനെ ഭയപ്പെട്ടല്ല ജീവിക്കേണ്ടത്. നിന്നെ കരുതാൻ കർത്താവുണ്ട്. നീ കർത്താവിനെ ഹൃദയത്തിൽ ഉറപ്പിച്ച് നിന്റെ ജീവിതത്തിൽ നിന്ന് തന്നിട്ടുള്ള ദൗത്യം, പ്രവൃത്തി അത് ചെയ്യുക, അവരിന് വേണ്ടി ജീവിക്കുക. എങ്ങനെ സ്നേഹപ്രവൃത്തിയായി മാറാനാണ് വിശ്വാസം നമ്മെ പഠിപ്പിക്കേണ്ടത്. ഇനി രണ്ടാമത്തെ ചോദ്യം വിശുദ്ധ ഗ്രന്ഥവുമായി ബന്ധപ്പെട്ടൊരു കാര്യമാണ്. അതൊരു നീണ്ട വിഷയമാണ്, അത് ഇങ്ങനെ പറഞ്ഞു പോകാവുന്ന ഒരു കാര്യമല്ല. പക്ഷെ ചോദ്യകർത്താവ് നിരന്തരം സംശയങ്ങൾ ചോദിക്കുന്നത് കൊണ്ട് അതിനെക്കുറിച്ച് പറയാം. വിശുദ്ധ ഗ്രന്ഥം ദൈവനിവേശിതമാണ്. ദൈവനിവേശിതം എന്ന് വെച്ചാൽ കോണ്ടെക്സ്റ്റ് വൈസ് ആണ്. അതിന്റെ ആത്യന്തികമായ കണ്ടന്റ്, അകപ്പൊരുൾ, അത് ദൈവനിവേശിതമാണ്. പക്ഷെ എഴുതുമ്പോൾ ആ ദൈവനിവേശനം എഴുതിയ ആളുകളുടെ കുറവുകളും പരിമിതിയും ചരിത്ര പശ്ചാത്തലവും ഒക്കെ അതിൽ കാണും. അതുകൊണ്ട് അതിനെക്കുറിച്ച് വിശദമായ പഠനങ്ങൾ നമുക്ക് ആവശ്യമുണ്ട്. നമ്മൾ ബൈബിൾ മാത്രം അടിസ്ഥാനമാക്കി ചിന്തിക്കുന്ന ഒരു സ്വഭാവം സാധാരണഗതിയിലുള്ള ഒരു സ്വഭാവമാണ്. ഒരു ബൈബിൾ കിട്ടിയത് വായിച്ചാൽ എനിക്ക് മനസ്സിലായെന്ന് തോന്നും, അല്ലെങ്കിൽ ബൈബിളിൽ ഇങ്ങനെയാണല്ലോ പറഞ്ഞേക്കണമെന്ന് തോന്നും. ആ ബൈബിൾ അത് പറഞ്ഞ സാഹചര്യം, അത് പറഞ്ഞ രീതി, അത് ഏത് രീതിയാണ് അതിൽ ഉപയോഗിച്ചിട്ടുള്ളത്, അതിൽ പറഞ്ഞ വാക്കുകൾ അന്ന് എങ്ങനെയാണ് പ്രയോഗിക്കപ്പെട്ടത്, എന്താണ് പറഞ്ഞതിന്റെ ലക്ഷ്യം എന്നിവയെക്കുറിച്ചൊക്കെ വ്യക്തമായ ബോധ്യം ഉണ്ടാകുമ്പോഴേ നമുക്ക് കാര്യങ്ങൾ വിശദമാവും. നമ്മൾ പലപ്പോഴും പറയുന്നൊരു കാര്യമാണ്, മോശയുടെ കൽപ്പന എന്ന് പറഞ്ഞാൽ അത് 10 കൽപ്പനയാണ്. ഉൽപ്പത്തി പുസ്തകത്തെക്കുറിച്ച് നമ്മൾ പറയാറുണ്ട്, അത് ആദ്യത്തെ 11 അധ്യായങ്ങൾ ചരിത്രപരമല്ല, അതൊരു ആമുഖം എന്ന നിലയ്ക്കാണ്. വിശുദ്ധ ഗ്രന്ഥത്തിനാകെയുള്ള ഒരു ആമുഖം. മനുഷ്യൻ എങ്ങനെയുണ്ടായി, മനുഷ്യൻ ദൈവത്തിൽ നിന്നാണെന്ന് പറയാൻ, മനുഷ്യൻ ദൈവത്തെ അനുസരിക്കാത്തപ്പോഴാണ് വീണു പോകുന്നതെന്ന് പറയാൻ, അങ്ങനെ വീണുപോയവരെ രക്ഷിക്കാനായി യേശു ഭൂമിയിൽ വന്ന് കുരിശിൽ മരിച്ച് രക്ഷ പ്രദാനം ചെയ്യുന്നു എന്ന് പറയാൻ വേണ്ടിയുള്ള ആമുഖമാണ്. അത് വിശ്വാസം കൊണ്ട് എഴുതുന്ന ഒരു കാര്യമാണ്. വിശ്വാസ ബോധ്യങ്ങളിലൂടെ ആർജിച്ച കാര്യങ്ങളാണ് എഴുതുന്നത്. അതിൽ തന്നെ അന്നത്തെ ഇതിഹാസങ്ങളും നിലവിലിരുന്ന കഥകളും ഒക്കെ അതിനകത്ത് ഉൾച്ചേർന്നിട്ടുണ്ട് എന്ന് തന്നെയാണ് ബൈബിൾ വ്യാഖ്യാതാക്കൾ പറയുന്നത്. അപ്പോൾ ഉൽപ്പത്തി പുസ്തകം അങ്ങനെ. ഇനി പുറപ്പാട് പുസ്തകത്തിലാണല്ലോ കൽപ്പന നൽകുന്നത്. അപ്പോൾ മോശയുടെ കൽപ്പന 10 കൽപ്പന ദൈവം നൽകിയ കൽപ്പനയാണ്. മോശയോട് ദൈവം പറയുന്നുണ്ട് പുറപ്പാട് പുസ്തകത്തിൽ 17-ാം അധ്യായത്തിൽ 14-ാം തിരുവചനത്തിൽ, ഇത് ജോഷയ്ക്ക് വായിച്ച് കേൾപ്പിക്കാൻ വേണ്ടി നീ എഴുതുക എന്ന് പറയുന്നു. അപ്പോൾ മോശ എഴുതിയതാണെന്ന് ഒരു കൂട്ടർ വിശ്വസിക്കുന്നുണ്ട്. പക്ഷെ ആ വിശ്വാസം അടിസ്ഥാനരഹിതമാണെന്ന് പിന്നീടുള്ള കണ്ടെത്തലുകൾ, ശാസ്ത്രീയമായ അന്വേഷണങ്ങൾ, 17-ാം നൂറ്റാണ്ട് മുതൽ ആരംഭിച്ച ശാസ്ത്രീയമായ അന്വേഷണങ്ങൾ വെളിപ്പെടുത്തിയിട്ടുണ്ട്. അത് പലരായിട്ട് എഴുതപ്പെട്ടൊരു കൃതിയാണ്. മോശയുടെ കൃതി ആദ്യം ഉണ്ടാവാം, മോശ പറഞ്ഞ കാര്യങ്ങൾ ഉണ്ടാകാം, വാമൊഴിയായിട്ടും ലിഖിത രൂപത്തിലും വന്നത് BC 5-ാം നൂറ്റാണ്ടാകുമ്പോഴാണ് പ്രത്യേകമായി അത് രേഖപ്പെടുത്തപ്പെടുന്നതെന്ന് കാണണം. അപ്പോൾ അതിൽ എഴുതിയിട്ടുള്ള മുഴുവൻ കാര്യങ്ങളും മോശ എഴുതിയതാണെന്ന തെറ്റിദ്ധാരണ വേണ്ട. മോശയ്ക്ക് 10 കൽപ്പന ദൈവം നൽകി, അത് നമ്മൾ ഉറച്ചു വിശ്വസിക്കണം. ആ 10 കൽപ്പനകൾക്ക് ശേഷം ഇപ്പൊ ലേവിയുടെ പുസ്തകമാകാം, സംഖ്യാപുസ്തകമാകാം, അതേപോലുള്ള പുസ്തകങ്ങൾ നിയമാവർത്തന ഗ്രന്ഥമാകാം, പഞ്ചഗ്രന്ഥികളുടെ ഗ്രന്ഥങ്ങളൊക്കെ പുരോഹിത കാലഘട്ടത്തിൽ എഴുതപ്പെടുന്ന ഗ്രന്ഥങ്ങളാണ്. എന്താണ് സംഭവിച്ചൊരു പ്രശ്നം എന്ന് വെച്ചാൽ, ഈ പുരോഹിത കാലഘട്ടത്തിൽ എഴുതപ്പെട്ട നിയമഗ്രന്ഥങ്ങളിൽ അല്ലെങ്കിൽ ആ ബൈബിൾ ഭാഗങ്ങളിൽ, വിശുദ്ധ ഗ്രന്ഥ ഭാഗങ്ങളിൽ പലപ്പോഴും പുരോഹിതർ യഹൂദ മതം എന്നൊരു സങ്കല്പത്തിനകത്ത് രൂപപ്പെടുത്തിയ വിലക്കുകളും നിയമങ്ങളും ഒക്കെ അടങ്ങിയതാണ്. അവയൊന്നും അതേപടി സ്വീകരിക്കാൻ നമുക്ക് ബാധ്യതയില്ല. അവയിലൊക്കെ ദൈവം പറഞ്ഞതിന്റെ അംശങ്ങൾ ഉണ്ടാവില്ലേ? ഉണ്ട് നിശ്ചയമായിട്ടും. പക്ഷെ അതത് കാലഘട്ടങ്ങളിൽ ഉണ്ടായ കാര്യങ്ങളെ സംബന്ധിച്ചും അന്ന് പുരോഹിതർ അതിനകത്ത് ഇടപെടലുകൾ നടത്തിയതിനെ കുറിച്ചൊക്കെയാണ് പറയുന്നത്. ഈ പൗരോഹിത്യത്തെയും നിയമജ്ഞരെയും ഫരിസേയരെയും ഒക്കെ വിമർശിക്കുന്നവനായിട്ടാണ് പ്രവാചകന്മാർ വരുന്നത്. ആ പ്രവാചകന്മാർ വന്നിട്ട് പറയുന്നത് ഇവരൊക്കെ ചെയ്യുന്ന ഈ അനുഷ്ഠാനങ്ങൾ തെറ്റാണെന്നാണ്. ക്രിസ്തു ആകട്ടെ ഈ അനുഷ്ഠാനങ്ങളെ ആകെ പൊളിച്ചെഴുതുകയും പഴയ നിയമം പറഞ്ഞ ഈ കാര്യങ്ങളിലെ നിയമം എന്ന ഭാഗത്തെ ഒഴിച്ചുള്ള ഈ ആചാരങ്ങളെ, അനുഷ്ഠാനങ്ങളെ മുഴുവൻ നിഷേധിക്കുകയും ചെയ്തു. അതുകൊണ്ട് നിയമജ്ഞരെ ഫരിസേയരെ നിങ്ങൾക്ക് ദുരിതം, നിങ്ങൾ പാത്രത്തിന്റെ പുറം വെടിപ്പാക്കുന്നു, അകം വെടിപ്പാക്കുന്നില്ല. നിങ്ങളുടെ ഹൃദയമാണ് മാറേണ്ടത്, വസ്ത്രമല്ല കീറേണ്ടത്, ഹൃദയമാണ് എന്ന് ഈശോ പറയുന്നു. അതുകൊണ്ടാണ് പുരോഹിതരും നിയമജ്ഞരും ഫരിസേയരും കൂടി യേശുവിനെ കൊല്ലാൻ ആലോചിക്കുന്നത്. പ്രവാചകന്മാർ പറഞ്ഞ അതേ പ്രവൃത്തിയുടെ പരിപൂർണതയായി ക്രിസ്തു ഭൂമി വരുന്നു, എന്നിട്ട് യാഥാർത്ഥ്യം വെളിപ്പെടുത്തുന്നു, സത്യം വെളിപ്പെടുത്തുന്നു. അങ്ങനെ സത്യം വെളിപ്പെടുത്തിയപ്പോഴാണ്
ഈ പുരോഹിത വർഗം അല്ലെങ്കിൽ ഈ പറഞ്ഞ നിയമജ്ഞർ, ഫരിസേയർ എന്നിവർ യേശുവിനെ കുരിശിൽ തറച്ചു കൊല്ലാനായിട്ട് വിധിക്കുന്നു. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പഴയ നിയമത്തിൽ ഈ പറഞ്ഞിട്ടുള്ള വിലക്കുകൾ 613 നിയമങ്ങൾ അതൊന്നും നമ്മെ സംബന്ധിക്കുന്ന വിഷയമല്ല. പക്ഷെ ഇതൊക്കെ വായിക്കേണ്ടതല്ലേ? വായിക്കേണ്ടതാണ്. എന്തിനു വേണ്ടിയാണ്? ഇവയിലൊക്കെ ഈ പറഞ്ഞ യേശു ഈ ഭൂമിയിൽ വരുന്നതിനെ സംബന്ധിച്ച് സൂചനകളുണ്ട്. അവയിലൂടെയാണ് വഴി നടത്തപ്പെട്ടത്. ഒരു മനുഷ്യകുലം വഴി നടത്തപ്പെട്ട ഒരു മാർഗം നമുക്കതിൽ കാണാം. അതൊക്കെ അങ്ങനെ വായിച്ചെടുക്കേണ്ടവ തന്നെയാണ്. പക്ഷേ പഴയതാണ് പാലിക്കേണ്ട പ്രമാണമെന്ന് തെറ്റിദ്ധരിക്കുമ്പോൾ സംഭവിക്കുന്ന പിഴവെന്താ? ക്രിസ്തുവിൽ പൂർത്തീകരിച്ചവയെ നമ്മൾ തള്ളിക്കളയും. യേശു പറയുന്നുണ്ട് മത്തായി 15:17, വള്ളിയോ പുള്ളിയോ നിയമത്തിന് മാറ്റില്ല. അത് ഈ ഗ്രന്ഥങ്ങളെ മുഴുവൻ എടുത്തിട്ടല്ല പറയുന്നത്. അവിടെ ഈ 10 കൽപ്പനകളെ കുറിച്ചാണ് പറയുന്നത്. അതുകൊണ്ട് ആ 10 കൽപ്പനകളെ 2 കൽപ്പനകളായി യേശു സംഗ്രഹിക്കുമ്പോഴും ആ 2 കൽപ്പനകൾ യഥാർത്ഥത്തിൽ 10 കൽപ്പനയും ഉൾക്കൊള്ളുന്നുണ്ട്. സ്നേഹമെന്ന അടിസ്ഥാന കൽപ്പന ഇതിനെ മുഴുവൻ ഉൾക്കൊള്ളുന്നുണ്ട്. ആ കൽപ്പനയെ യേശു വ്യാഖ്യാനിക്കുകയും യേശു തുറന്നിടുകയുമാണ്. ഒരു മൂടുപടത്തിന് അകത്തു നിന്ന് തുറക്കുന്നു. അതുകൊണ്ടാണ് യേശു മരിക്കുന്ന സമയത്ത് ഈ തിരശ്ശീല കീറുന്നത്. മോശയുടെ മുഖത്തുണ്ടായ ആ മൂടുപടം കീറപ്പെടുന്നു. അങ്ങനെ മറച്ചു വെക്കപ്പെട്ടതില്ലാതെ ദൈവം പരിപൂർണതയായി വെളിപ്പെടുന്നു. അപ്പൊ അതുകൊണ്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പഴയ നിയമ ഗ്രന്ഥങ്ങളിൽ പറയുന്ന ഈ കാര്യങ്ങൾ മുഴുവനും വായിച്ചിട്ട് അവർ ശാപം പറയുന്നുണ്ടല്ലോ, അപ്പൊ ശാപം വരില്ലേ? അവിടെ കൊല്ലാൻ പറയുന്നുണ്ടല്ലോ അനുസരിക്കാത്തവന്, അതെങ്ങനെ നമുക്ക് പാലിക്കാൻ പറ്റും? ഇനി ചോദിക്കട്ടെ, ആ നിലയ്ക്ക് പഴയ നിയമത്തെ അംഗീകരിക്കുകയാണെങ്കിൽ നമ്മൾ എങ്ങനെ ദൈവത്തിന്റെ മക്കളാവും? നമ്മളെങ്ങനെ ക്രിസ്തുവിന്റെ ശിഷ്യരാവും? നമ്മളെങ്ങനെ വീണ്ടെടുക്കപ്പെട്ട ജനവും? പുതിയ ഇസ്രായേൽ എന്നാണല്ലോ സഭ നമ്മെ പറയുന്നത്. പുതിയ ഇസ്രായേൽ, തെരഞ്ഞെടുക്കപ്പെട്ട വംശം, രാജകീയ പുരോഹിതഗണം, ദൈവത്തിന്റെ സ്വന്തം ജനം, വിശുദ്ധ ജനം. നമ്മൾ എങ്ങനെയാവും? കാരണം എന്താ? വിശുദ്ധ ജനമായി തെരഞ്ഞെടുത്തത് ഇസ്രായേലിനെ, യഹൂദരെ മാത്രമാണെന്ന് പറയുന്നതാണ് പഴയ നിയമം. ആ പഴയ നിയമത്തിന്റെ കെട്ടുപാടിൽ നിന്ന് വിമോചിപ്പിക്കുന്നു, നമ്മെ വീണ്ടെടുക്കുന്നു. യെശയ്യാ പറയുന്നുണ്ട്, എല്ലാവർക്കും വേണ്ടി വാതിൽ തുറക്കുന്നു, എല്ലാവരെയും ഉൾക്കൊള്ളുന്നു. അങ്ങനെ സകലരുടേതുമാണ് ദൈവമെന്ന് പ്രഖ്യാപിക്കുകയാണ്. ആ നിയമത്തെ റദ്ദ് ചെയ്യാതെ അതിനെ പരിഷ്കരിക്കുന്നു. അതുകൊണ്ട് അത് തള്ളിക്കളയുന്നില്ല. പക്ഷെ പഴയ നിയമത്തെ ഇങ്ങനെ വള്ളിപുള്ളി വെച്ച് നോക്കി അതിനകത്ത് പറഞ്ഞിട്ടുള്ളതൊക്കെ മോശ പറഞ്ഞതാണെന്നൊക്കെ തെറ്റിദ്ധരിച്ചാൽ നമുക്ക് അബദ്ധം പറ്റും. ഇനി പഴയ നിയമത്തെ പലപ്പോഴും പുതിയ നിയമത്തിൽ പറയുന്നില്ലേ? പറയുന്നുണ്ട്. എന്തുകൊണ്ടാണ്? നിങ്ങൾ പറഞ്ഞിരുന്ന ആ ദൈവം തന്നെയാണ് ഈ ദൈവം. നിങ്ങളിങ്ങനെ വരുമെന്ന് പറഞ്ഞിരുന്ന ആ ദൈവം, പ്രവാചകന്മാർ പറഞ്ഞിരുന്ന. അതുകൊണ്ട് മോശയും ഏലിയായും യേശു താബോർ മലയിൽ വെച്ച് സംസാരിക്കുന്നതായി കാണുന്നത്. മോശയെ കൈവിടുന്നില്ല, ഏലിയായെ കൈവിടുന്നില്ല, പക്ഷെ പരിപൂർണത യേശുവിലാണ്. ഇവൻ പറയുന്നത് ചെയ്യുവിൻ, ഇവനെ ശ്രവിക്കുവിൻ, ഇവൻ എൻ്റെ പ്രിയപുത്രൻ. അത് ശിഷ്യന്മാർക്ക് വെളിപ്പെടുത്തി കൊടുക്കുന്നതിന്റെ കാരണം ഇതാണ്. ഈ പഴയതിനല്ല നിങ്ങൾ പിന്തുടരേണ്ടത്, ഇവനെ ശ്രവിക്കുവിൻ, ഇവന്റെ വാക്ക് അനുവർത്തിക്കുവിൻ. ഇവന്റെ വാക്ക് അനുവർത്തിക്കുമ്പോൾ പഴയതിൽ എന്തൊക്കെ നല്ല അംശം പറഞ്ഞിട്ടുണ്ട് അതൊക്കെ അനുവർത്തിക്കുന്നുണ്ട്. പക്ഷെ അവിടെ ശാപം, അവിടെ ശിക്ഷകൾ, കല്ലെറിഞ്ഞു കൊല്ലൽ, അതൊക്കെ പഴയ നിയമത്തിലുള്ളതാണ്. വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീയെ കല്ലെറിയാൻ കൊണ്ടിരുന്നത് മോശയുടെ നിയമത്തിൽ അങ്ങനെ ഉണ്ടെന്ന തെറ്റിദ്ധാരണയിലാണ്. അത് പൗരോഹിത്യം ഉണ്ടാക്കിയ ധാരണയാണ്. ആ ധാരണ യഹൂദ മതത്തിന്റെ ഘടനയ്ക്കകത്തുണ്ടായിരുന്ന വിലക്കുകളും കൽപ്പനകളുമായി ബന്ധപ്പെട്ടാണ് കല്ലെറിയാൻ കൊണ്ടിരുന്നത്. ആ കൽപ്പനയെ യേശു തള്ളുന്നത് ഒരു കാര്യം പറഞ്ഞിട്ടാണ്, നിങ്ങൾ പാപം ചെയ്യാത്തവർ കല്ലെറിയട്ടെ. അതുകൊണ്ട് അത് റദ്ദായി പോവാണ്. അതുകൊണ്ട് ആരെയും വിധിക്കാൻ ആർക്കും അധികാരമില്ലെന്ന് ക്രിസ്തു പഠിപ്പിക്കും. നിങ്ങൾ വിധിക്കരുത്, നിങ്ങൾ വിധിക്കപ്പെടുകയില്ല. അപ്പൊ അതുകൊണ്ട് പഴയ നിയമത്തെ പുതിയ നിയമത്തിന്റെ മുൻനിരയായി, പ്രതീകാത്മകമായ ഭാഗമായി കാണണം. പഴയ നിയമത്തെ എടുത്ത് പ്രമാണിക്കല്ല വേണ്ടത്, പുതിയ നിയമ കേന്ദ്രീകൃതമായ ജീവിതങ്ങളാണ്. യേശുക്രിസ്തുവിനുള്ള ജീവിതം ആവശ്യപ്പെടുന്നത് പുതിയ നിയമത്തിലുള്ള ജീവിതമാണ്, പഴയ നിയമത്തിലെ ജീവിതമല്ല. നമുക്ക് പലപ്പോഴും തെറ്റിദ്ധാരണയുണ്ട്. അപ്പോ ശ്രീഹന്മാർ എഴുതിയ ലേഖനങ്ങൾ യേശുവിനെ വ്യാഖ്യാനിക്കുന്നവയാണ്, യേശുവിന്റെ പ്രവൃത്തികളെ വ്യാഖ്യാനിക്കുന്നവയാണ്. അത് വ്യാഖ്യാനിക്കുമ്പോൾ പഴയ നിയമത്തെ കോട്ട് ചെയ്യുന്നുണ്ട്. എന്തുകൊണ്ടാണ്? പഴയ നിയമത്തിലെ നിങ്ങൾ കാത്തിരുന്ന രക്ഷകനാണ് ഈ രക്ഷകൻ, അത് പറയാൻ വേണ്ടിയാണ്, പഴയ നിയമത്തിലേക്ക് പോകാൻ വേണ്ടിയല്ല. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കി, നിങ്ങളുടെ വീട്ടിൽ 2 ആധാരമുണ്ട്, ഒരു മുൻ ആധാരവും ഒരു പുതിയ ആധാരവും. നിങ്ങൾ പുതിയ ആധാരവുമായിട്ട് ബാങ്കിൽ ലോൺ ചെന്നാൽ ബാങ്കുകാർ ചോദിക്കും മുന്നാധാരം എന്ത്, വിൽക്കാൻ ചെന്നാലും ചോദിക്കും മുന്നാധാരം എന്ത്. അപ്പൊ നിങ്ങൾ മുന്നാധാരം പോയി എടുത്തുകൊണ്ട് വരും. ഈ മുന്നാധാരമായിട്ട് ആദ്യം ചെന്നാൽ
നിങ്ങൾക്ക് സ്ഥലം വിൽക്കാൻ പറ്റും? ഇല്ല. രണ്ടാമത്തെ ആധാരം, പുതിയ ആധാരം നിങ്ങൾക്ക് സിദ്ധിച്ചത് എങ്ങനെയാണ് എന്ന് വെളിപ്പെടുത്തുന്നതാണ് പഴയ ആധാരം, മുന്നാധാരം. അതുകൊണ്ട് പഴയ ആധാരം ഉണ്ടെങ്കിലേ നമുക്ക് ഈ പുതിയ ആധാരത്തിന് വിലയുള്ളൂ. ഇതൊരു പുതിയ ദൈവമല്ല, നിങ്ങൾ പറഞ്ഞിരുന്ന, നിങ്ങൾ കാത്തിരുന്ന ദൈവമാണിത്. അവൻ അന്ന് വചനമായിട്ട് വന്നു, ഇപ്പൊ അവൻ ആളത്വമായിട്ട് വരുന്നു. അവൻ നിങ്ങൾ രക്ഷിക്കുമെന്ന് പറഞ്ഞിരുന്നു, അവൻ കുരിശിൽ അത് സാധ്യമാക്കുന്നു. ഇത് പറയാൻ വേണ്ടി പഴയ നിയമത്തെ ഉപയോഗിക്കും. ലേഖനങ്ങൾ കാണുമ്പോൾ നമ്മൾ ആലോചിക്കണം, അത് കുടിക്കട സർട്ടിഫിക്കറ്റ് ആലോചിച്ചാൽ മതി. ഇനി ഈ സ്ഥലത്തിന് ബാധ്യതയിലും തെളിയിക്കാൻ എന്ത് വേണം? കുടിക്കട വേണം. അപ്പോ സ്ലീഹന്മാർ ഈ വചനത്തെ നമ്മുടെ ആനുകാലിക ചുറ്റുപാടിന് വേണ്ടി വ്യാഖ്യാനിക്കുന്നു. അതിന്റെ തുടർച്ചയാണെന്നുള്ള അപ്പോസ്തലിക ലേഖനങ്ങൾ, ചാക്രിക ലേഖനങ്ങൾ, അവയിലൂടെയൊക്കെ സഭ വീണ്ടും വിശുദ്ധ ഗ്രന്ഥത്തെ ആധുനിക കാലത്തിന് ആവശ്യമായ രീതിയിൽ വ്യാഖ്യാനിക്കുന്നു. ഇനി വിശുദ്ധ ഗ്രന്ഥ വ്യാഖ്യാനങ്ങളായ അപ്പോസ്തലിക പ്രബോധനങ്ങളൊക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും, ഈ അപ്പോസ്തലിക പ്രബോധനങ്ങളൊന്നും പഴയ നിയമത്തെ അല്ല ചൂണ്ടിക്കാട്ടുന്നത്, ക്രിസ്തുവിലേക്ക് നിരന്തരമായി നമ്മെ കൊണ്ടുപോകുന്നവയാണ്. ഏത് ചാക്രിക ലേഖനവും ഏത് അപ്പോസ്തലിക ലേഖനവും വായിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് പുതിയ നിയമമാണ് പ്രകാശിക്കപ്പെടുന്നത്. പുതിയ നിയമത്തെക്കുറിച്ചാണ്, ലോകത്തിന്റെ പ്രകാശമായ ക്രിസ്തുവിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് നമ്മളിങ്ങനെ ബൈബിൾ മുഴുവൻ വായിച്ചു എന്നോ അല്ലെങ്കിൽ പഴയ നിയമം വായിക്കുമ്പോൾ നമുക്കിങ്ങനെ തോന്നിയെന്നൊക്കെ പറഞ്ഞ് പഴയ നിയമത്തിൽ കെട്ടപ്പെട്ടു പോകാനിടയാകരുത്. പലരും തെറ്റിദ്ധരിക്കുന്നത് ഇത്തരത്തിൽ ഈ പഴയ നിയമത്തിൽ ബൈബിൾ വായിക്കുമ്പോൾ ആദ്യം തുടങ്ങിയ വായിച്ചു കൊടുക്കും, എന്നിട്ട് ഈ പഴയ നിയമത്തിൽ കിടന്ന് കുടുങ്ങിക്കിടക്കണം. ആ പഴയ നിയമം കുടുങ്ങിക്കിടക്കാനുള്ളത് അല്ല, ക്രിസ്തുവിലേക്ക് വരാനുള്ളതാണ്. ശരിക്കും പറഞ്ഞാൽ പുതിയ നിയമം വായിക്കുക, അതിന് ക്ലോസ് റെഫറൻസ് ആയിട്ട് പഴയത് വായിക്കുകയും ചെയ്യുന്നതാണ് കൂടുതൽ നല്ലത്. അല്ലാതെ പഴയത് വായിച്ചാൽ നിങ്ങൾക്ക് അവിടെ വ്യഭിചാരം കാണാൻ പറ്റും, വേശ്യാ വിവാഹം കാണാൻ പറ്റും. പ്രവാചകൻ വേശ്യയെ കല്യാണം കഴിക്കുന്നു, ഒരു പ്രതീകമായ ഒരു കാര്യം പറയാൻ വേണ്ടി പറയുന്നതാണ്. അതുകൊണ്ട് ചരിത്ര പശ്ചാത്തലവും കഥാസന്ദർഭങ്ങളും നിരവധിയായിട്ടുണ്ടാകാം, നിരവധി കഥകളും ഉപകഥകളും അതിനകത്ത് ചേർന്നിട്ടുണ്ടാകാം. അതൊക്കെ നമ്മളെടുത്ത് ഇതാണ് ദൈവവചനം എന്ന് തെറ്റിദ്ധരിക്കരുത്, വിശുദ്ധ വചനമാണ്. ആ വചനം വായിക്കുമ്പോൾ അതിന്റെ കോണ്ടെക്സ്റ്റിലേക്ക് പോകാൻ പറ്റണം. ആത്യന്തികമായി അതിന്റെ കോണ്ടെക്സ്റ്റ് ക്രിസ്തുവാണ്. വിശുദ്ധ ഗ്രന്ഥം ആകെ എടുത്താൽ അതിൽ നിന്ന് കിട്ടാവുന്ന ഏകമായ വചനം യേശുവാണ്. അതുകൊണ്ട് ദൈവത്തിന്റെ ഏകവചനം എന്നാണ് പറയുക. കാറ്റക്കിസം ഓഫ് കാത്തലിക് ചർച്ച് പഠിപ്പിക്കുന്ന ദൈവത്തിന്റെ ഏകവചനം. വീണ്ടും നമുക്ക് കാണാം, അവിടെ പറയുന്നുണ്ട് ദൈവത്തിന്റെ അവസാനത്തെ വെളിപ്പെടുത്തൽ, വെളിപാടുകളുടെ പൂർണ്ണത ക്രിസ്തു. അപ്പൊ ക്രിസ്തുവിന്റെ ആളത്വത്തിലേക്ക് പോവാണ് വേണ്ടത്. അതല്ലാതെ പഴയ നിയമത്തിൽ ഇങ്ങനെ കാര്യങ്ങൾ പറയുന്നുണ്ടല്ലോ, പഴയ നിയമത്തിലെ വചനം പുതിയതായിട്ട് പറയുന്നുണ്ടല്ലോ, ലേഖനങ്ങളിൽ പറയുന്നുണ്ടല്ലോ എന്നല്ല കരുതല്ല. ലേഖനങ്ങളിൽ പറയുന്ന ഭാഗത്തുള്ള കാര്യങ്ങൾ ഉറപ്പിക്കാൻ, ക്രിസ്തുവിനെ ഉറപ്പിക്കാൻ വേണ്ടി പഴയ നിയമത്തിൽ നിന്ന് കാര്യങ്ങൾ എടുത്ത് പറയും. അത് ക്രിസ്തുവിലാണ് കേന്ദ്രീകൃതമാകുന്നത്. ക്രിസ്തുവാണ് വചനം എന്ന കാര്യം ഓർക്കണം. അതുകൊണ്ട് ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെ ആയിരുന്നു, ആ വചനമാണ് യേശു, ആ വചനമാണ് യഥാർത്ഥമായി ദൈവം. ഇതാണ് നമ്മൾ മനസ്സിലാക്കുകയും ഫോളോ ചെയ്യുകയും ചെയ്യേണ്ടത്. അതാണ് രണ്ടാമത്തെ കാര്യം. ഇനി അജ്ഞതയെ സംബന്ധിച്ച ഒരു ചോദ്യം. അജ്ഞരാകുന്നത് ആരുടെയും കുഴപ്പമാണോ, പാപമാണോ എന്ന്? അജ്ഞത ഒരു പാപമൊന്നുമല്ല. പക്ഷെ നമുക്ക് നമ്മുടെ വീഴ്ചയ്ക്ക് കാരണമാകുന്നത് എന്താ? അറിയാനുള്ള അവസരങ്ങൾ ഉപയോഗിക്കാതിരിക്കുന്നതും വേണ്ടവണ്ണം അറിയാതിരിക്കുന്നതും നമ്മുടെ കുറ്റമാണ്. അറിയാൻ നമുക്കൊരു ബാധ്യതയുണ്ട്. കാരണം സഭയ്ക്കകത്തായിരിക്കുമ്പോൾ വിശുദ്ധ ഗ്രന്ഥത്തെ തിരിച്ചറിയാൻ, അപ്പോസ്തലിക പ്രബോധനങ്ങളെ ശ്രദ്ധിക്കാൻ, ദൈവശാസ്ത്രം അന്വേഷിക്കാൻ, വിശുദ്ധരുടെ ഡോക്ടറിനുകൾ വായിക്കാൻ, അതേപോലെ വിശുദ്ധരുടെ പാരമ്പര്യത്തെക്കുറിച്ച് അറിയാനൊക്കെയുള്ള ശ്രമങ്ങൾ ഉണ്ടാവണം. ഈ ശ്രമങ്ങളൊക്കെ നമുക്ക് ഒറ്റയടിക്ക് വായിച്ച് ചെയ്യാൻ പറ്റില്ല. നിങ്ങൾക്ക് ഏറ്റവും ചെയ്യാൻ എളുപ്പമുള്ള വഴി എന്താ? നിങ്ങൾക്ക് നിങ്ങളുടെ ഇടവക വികാരിയോട് ചോദിക്കണം. അവരിതൊക്കെ പഠിച്ചു വന്നിട്ടുള്ളത് നിങ്ങൾക്ക് സംശയം ഉണ്ടാകുമ്പോൾ തിരുത്താൻ വേണ്ടിയാണ്. പക്ഷെ ഒരാളും ഒരു പുരോഹിതനടുത്ത് പോയി ചോദിക്കില്ല. വിശ്വാസസംബന്ധമായ ഒരു വിഷയം ഉണ്ടാകുമ്പോൾ ചോദിക്കാം. ഒരാളുടെ ചോദിച്ചിട്ട് മനസ്സിലായെങ്കിൽ അടുത്ത ആളുടെ ചോദിക്കാം. നിങ്ങളോട് നിരന്തരം ചോദിക്കുമെന്ന് പറയുന്നത് അറിവിന്റെ ഭണ്ഡാകാരമാണെന്ന അർത്ഥത്തിലല്ല. നമുക്ക് അന്വേഷിക്കാമല്ലോ, നമുക്ക് കണ്ടെത്താലോ, നമുക്ക് പഠിക്കാമല്ലോ. അങ്ങനെ നമുക്ക് സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്താൻ പറ്റണം. അങ്ങനെ ഉപയോഗപ്പെടുത്തി വിശുദ്ധ ഗ്രന്ഥത്തെ കൂടുതലായി മനസ്സിലാക്കണം, ദൈവശാസ്ത്രം മനസ്സിലാക്കണം, പ്രബോധനങ്ങളെക്കുറിച്ച് മനസ്സിലാക്കണം. ഇത് മനസ്സിലാക്കിക്കൊണ്ട് മുമ്പോട്ട് പോയില്ലെങ്കിൽ എന്ത് പറ്റുമെന്ന് വെച്ചാൽ നമ്മളിങ്ങനെ അന്ധരാൽ നയിക്കപ്പെടുന്നവരായിട്ട് മാറും. ഒരു അപജയം എന്താന്ന് വെച്ചാൽ പ്രൊട്ടസ്റ്റന്റ് വ്യൂവിൽ നിന്ന് വന്ന പ്രഘോഷണ മാതൃക സഭയ്ക്കകത്തുണ്ടായപ്പോൾ, കരസ്മാറ്റിക് ഫീൽഡിലും ഒക്കെ ഉണ്ടായപ്പോൾ ആളുകൾ പ്രഘോഷിക്കുന്നതൊക്കെ പഴയ നിയമ കേന്ദ്രീകൃതമായി. വചനം പറയുന്നിടത്ത് ഭൂരിപക്ഷം പറയുന്നത് പഴയ നിയമമാണ്, പുതിയ നിയമമല്ല.
രക്ഷകൻ വരും എന്നാണ് ഇപ്പോഴും പറയുന്നത്. രക്ഷകൻ വന്നു, രക്ഷിച്ചു, വീണ്ടെടുത്തു. നീ രക്ഷകന്റെ ഭാഗമായി, നീ രക്ഷയുടെ ഭാഗമായി, നീ ഭൂമിയിലെ ദൈവരാജ്യത്തിലാണ്. അതല്ല പറയുന്നു. സ്വർഗരാജ്യം സമാഗതമായിരിക്കുന്നു. ഇറ്റ്സ് ഓൾറെഡി ഡൺ. ചെയ്ത കാര്യത്തെക്കുറിച്ചാണ് പറയുന്നത്. അതുകൊണ്ട് കൊളോസ്യർ ലേഖനം പറയുന്നത്, നിങ്ങൾ പ്രപഞ്ചത്തിലെ മൂലഭൂതങ്ങൾക്ക് നിങ്ങൾ മരിച്ചു കഴിഞ്ഞിരിക്കുന്നു, ഇതാ പുതിയ ആകാശവും പുതിയ ഭൂമിയും. വെളിപാട് പറയുന്നു. അങ്ങനെയാണെങ്കിൽ ആ പുതിയ ലോകത്ത് ജീവിക്കാനാണ് പഠിക്കേണ്ടത്, ക്രിസ്തുവിൽ ജീവിക്കാൻ. ഈശ്വരറ്റം പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ചോദ്യങ്ങൾ ചോദിക്കാം. അജ്ഞരാകുന്നത് ഒരു അപരാധമല്ല, പക്ഷേ നമ്മുടെ ഒരു കടമ നിറവേറ്റാതെ നമ്മൾ പോകുന്നുണ്ട്. ദൈവവചനത്തെ പഠിക്കാൻ നാം ശ്രമിക്കേണ്ടതുണ്ട്. ജീവിതത്തിന്റെ പ്രാരാബ്ധങ്ങളെയും ജീവിത സന്ദർഭങ്ങളെയും ക്രിസ്തുവിൽ വിശകലനം ചെയ്ത് തീരുമാനമെടുക്കാൻ നമുക്ക് കഴിയണമെങ്കിൽ നമ്മൾ വിശുദ്ധ ഗ്രന്ഥത്തിലേക്ക് തിരിയണം. പക്ഷെ തിരിയുമ്പോൾ അതിങ്ങനെ പഴയ നിയമത്തിൽ ഉടക്കി പോകരുത്. ക്രിസ്തുവിൽ കേന്ദ്രീകൃതമായിട്ടാണ് നമ്മളത് വായിക്കേണ്ടത്. ക്രിസ്തുവിൽ കേന്ദ്രീകൃതമാകുമ്പോൾ മാത്രമേ പ്രത്യാശയുടെ ആ വചനം, നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നു, വീണ്ടെടുക്കപ്പെട്ടിരിക്കുന്നു, കേവല പ്രതീക്ഷയല്ല, അത് സംഭവിച്ചു കഴിഞ്ഞ കാര്യമാണ്, അത് നിങ്ങൾ ക്രിസ്തുവിലായിരിക്കുന്നു എന്ന പരമമായ ബോധ്യത്തിലേക്ക് എത്തിച്ചേരാനും ദൈവം എന്റെ പക്ഷത്തുണ്ട് എന്ന ഉറപ്പോടെ ജീവിതത്തിന്റെ പരിപരുത്ത യാഥാർത്ഥ്യങ്ങളെയും കഷ്ടതകളെയും നേരിടാനും നമുക്ക് ബലവർജിക്കാൻ പറ്റും. ഇനി വേറൊരു ചോദ്യം വന്നത്, പുരോഹിതർ മാർപ്പാപ്പയെ അനുസരിക്കേണ്ടതെന്നാണ്. അനുസരിക്കണം. പുരോഹിതർ മാത്രമല്ല, എല്ലാവരും അനുസരിക്കണം. വിശ്വാസത്തെ സംബന്ധിച്ച് സന്മാർഗം പഠിപ്പിക്കുന്ന കാര്യത്തിൽ മാർപ്പാപ്പയ്ക്ക് തെറ്റാവരുണ്ട്. വിശ്വാസ സംബന്ധമായ വിഷയങ്ങളിൽ മാർപ്പാപ്പയെ അനുസരിക്കണം. മറ്റു കാര്യങ്ങളിൽ വിയോജിപ്പുകൾ ഉണ്ടാകാം, വിയോജിപ്പുകൾ ഉണ്ടാവും, അഭിപ്രായ ഭിന്നതകൾ ഉണ്ടാവും. അഭിപ്രായ ഭിന്നത ഉണ്ടെങ്കിൽ പരസ്പരം പങ്കുവയ്ക്കാനും അത് പരിഹരിക്കാനുള്ള ശ്രമങ്ങളും സാധ്യതകളും സഭയ്ക്കകത്തുണ്ട്. അത് വിനിയോഗിക്കണം. നമുക്ക് അഭിപ്രായമുള്ളത് പറയാമല്ലോ. അപ്പനാണ് വീട്ടിൽ എന്നുള്ളത് കൊണ്ട് അപ്പന് മൊബൈൽ ഉപയോഗിക്കാൻ അറിയില്ല, കുട്ടിക്കായിരിക്കും അറിവേണ്ടതാണ്, കുട്ടിയോട് ചോദിക്കേണ്ടി വരും. അപ്പൊ അതുകൊണ്ട് അപ്പനാണെന്നുള്ളത് കൊണ്ട് അപ്പൻ പറയുന്നത് എല്ലാം അംഗീകരിക്കാൻ പറ്റും. അപ്പൊ അംഗീകരിക്കാൻ പറ്റാത്തതിനും കുട്ടി പറയും, എനിക്ക് അപ്പം പറഞ്ഞ ഇന്ന കാര്യം അംഗീകരിക്കാൻ പറ്റുന്നില്ല, ഒരു കാരണം ഇന്നതാണെന്ന് പറയും. ചർച്ച ഉണ്ടാവും. സംവാദാത്മകമായൊരു കൂട്ടായ്മയാണ് സഭ. അതുകൊണ്ട് അധികാരപ്രമത്തത്തിന്റെ സ്ഥലമായിട്ട് സഭയെ കാണരുത്. അനുസരണം എന്നത് ഹൃദയഭാവമാണ്. അനുസരണം എന്നത് ഹൃദയഭാവമാണ്. അത് കുറവോ പോരായ്മയോ നന്മയോ നോക്കിയിട്ടൊന്നുമല്ല. നമ്മൾ ക്രിസ്തുവിനെ പ്രതി നമുക്ക് നൽകപ്പെടുന്ന ശുശ്രൂഷകര്, നേതൃത്വം എന്നല്ല ഞാൻ പറയാ, ശുശ്രൂഷകരെ, അതല്ലെങ്കിൽ നേതാക്കന്മാരെ തന്നെ ഞാൻ പറയാ, ശുശ്രൂഷകരെ നമ്മൾ അനുസരിക്കണം. അത് ഹൃദയബോധ്യം ഉണ്ടായിട്ട് അനുസരിക്കണ്ടേ. അടിമത്തം പോലെ എന്ന് പറഞ്ഞാലും ആമേൻ ഓശാനിച്ചെന്നാൽ പോരല്ലോ. അനുസരിക്കുമ്പോൾ നമുക്ക് എതിർ ചോദ്യം ഉണ്ടെങ്കിൽ ചോദിക്കണം, കാര്യങ്ങൾ ചോദിക്കണം, വ്യക്തമാക്കണം. നമുക്കത് മനസ്സിലാക്കാനുള്ള അവസരമുണ്ട് സഭയിൽ. അതുകൊണ്ട് പരസ്പരമുള്ള കൂട്ടായ്മയാണ് സഭ എന്ന ബോധ്യത്തിലേക്ക് വരണം. ആരും ആരുടെ അധിപനായിട്ടല്ല. ഫ്രാൻസിസ് മാർപ്പാപ്പ തന്നെയാന്ന് പറഞ്ഞത്, ഞാൻ അടിമകളുടെ അടിമയാണ്, ശുശ്രൂഷകനാണ്, റോമിന്റെ മെത്രാൻ. അപ്പോഴാണത് കൂടുതൽ സമ്പൂർണ്ണവും ക്രിസ്തീയമായിട്ട് മാറുക. ഈശ്വരറ്റം പ്രിയപ്പെട്ടവരെ, ചോദിച്ച ചോദ്യങ്ങൾക്ക് താൽക്കാലികമായ മറുപടികളാണ് പറഞ്ഞത്. മറുപടികൾക്ക് എന്തെങ്കിലും അവ്യക്തത ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കാം. വീണ്ടും നമ്മൾക്ക് കാണാം അടുത്ത ഞായറാഴ്ച. അതിനു മുൻപ് നിങ്ങളുടെ ചോദ്യങ്ങൾ ഏതെങ്കിലുമൊക്കെ വിഷയത്തെക്കുറിച്ച് സംസാരിക്കണമെന്നുണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾക്ക് പറയാം. ഇസ്രായേലിനെ കുറിച്ചൊരു ചോദ്യം വന്നത് പെൻഡിങ് ആയി കിടപ്പുണ്ട്. പല ചോദ്യങ്ങളും ഇങ്ങനെ പെൻഡിങ് ആയതുണ്ട്. അത് ഓരോന്നായിട്ട് എടുക്കാം. സമയം കിട്ടുന്ന പോലെ ചെയ്ത് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ ശ്രമിക്കാം. നമുക്ക് പരസ്പരം പ്രാർത്ഥിക്കാം. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.